ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ മരണത്തോടെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടമായ വേദനയിലാണ് കർണാടകയിലെ അലിപ്പൂർ ഗ്രാമം. 1981 ഖമനയെ സന്ദർശിച്ച അലിപ്പൂർ ഗ്രാമം ഇന്നും ആ ഓർമ്മകളിലാണ്. ഇറാന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഖമനയി ആശുപത്രി അശരണരുടെ ആശ്രയ കേന്ദ്രമാണ് ഇപ്പോൾ. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഓർമ്മകൾ പേറുന്ന ഒരു ഗ്രാമം കർണാടകയിലുണ്ട്. മിനി ഇറാൻ എന്നറിയപ്പെടുന്ന അലിപ്പൂർ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇറാനുമായി അടുത്ത സാംസ്കാരിക ബന്ധം പുലർത്തുന്ന ഇന്ത്യയിലെ ഷിയ വിഭാഗം കൂടുതലായി അധിവസിക്കുന്ന മേഖലയാണ് അലിപ്പൂർ. വിദ്യാഭ്യാസത്തിനും മറ്റ് ജോലി ആവശ്യങ്ങൾക്കുമായി നിരവധി പേരാണ് ഇവിടെ നിന്ന് ഇറാനിലേക്ക് പോയിരിക്കുന്നത്. ഖമനയി കൊല്ലപ്പെട്ടതിന്റെ വേദനയ്ക്കൊപ്പം യുദ്ധം തീർക്കുന്ന ആശങ്കകളും ഇവരുടെ മുഖങ്ങളിൽ നിഴലിക്കുന്നു. बेटी का नाम है सैयदा मुफर्रह जैनब. वो तेहरान यूनिवर्सिटी में MBBS कंप्लीट हो चुकी है और तेहरान इमाम ख़ुमैनी हॉस्पिटल में इंटर्नशिप कर रही है. अभी 2 दिन पहले 2 धमाका हुआ, वो हॉस्पिटल में थी. वो हॉस्पिटल के जो डॉक्टर बोले तुम जाओ, थोड़ा बम ब्लास्ट हो गया, वो जाके सेफ हो गए बोल के वो तेहरान यूनिवर्सिटी से खुम चले गई. हमारे वतन के भी बहुत सारे सिर्फ स्टूडेंट्स नहीं है, स्टूडेंट्स भी हैं और कुछ छोटा कारोबारी भी वहाँ पर मौजूद हैं और मेडिकल स्टूडेंट्स भी हैं और इस्लामिक स्कॉलर्स भी वहाँ पर मौजूद हैं और हम उनसे राबता भी हो, बातचीत भी कर रहे हैं. अब तक अल्हम्दुलिल्लाह उन पर कोई ऐसी ख़तरे की बात नहीं है, वो बिल्कुल सेफ हैं. ഇറാൻ സർക്കാരിന്റെ സഹായത്തോടെ 40 വർഷം മുൻപാണ് ഈ നാടിന് ആയത്തുള്ള അലി ഖമനയി ആതുരാലയം സമർപ്പിച്ചത്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ആശ്രയ കേന്ദ്രമാണ് ഇന്നും ആശുപത്രി. This hospital is a charitable hospital. We are charging very nominal fees for irrespective of caste, creed and color. And our charges are very, very nominal. We are here to serve the people, serve the humanity. ഖമനയിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവും പങ്കുവയ്ക്കുകയാണ് ഈ മനുഷ്യർ. അലിപ്പൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള ഖമനയി ഒരു ആത്മീയ നേതാവ് മാത്രമായിരുന്നില്ല. ഈ ദേശത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശക്തി പകർന്ന തങ്ങളുടെ പ്രിയ നേതാവിന്റെ വിയോഗത്തിലാണ് ഇവിടുത്തുകാർ. അലിപ്പൂരിൽ നിന്നും ജിജിനൊപ്പം സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.